السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സവിശേഷമായ ഒരു മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അതൊരു പുതിയ വർഷത്തിൻ്റെ തുടക്കവും കൂടിയാണ്. ആ മാസത്തെ സംബന്ധിച്ച് അള്ളാഹു ഷഹറുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പറഞ്ഞത്. അത്രമേൽ പരിപാവനത്വം കൽപ്പിക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന ഒരു മാസമാണ് മുഹറം. കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവും ദൗത്യവും കൂടുതലായി ഓർമ്മിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് മുഹറം. നമുക്കറിയാം, അല്ലാഹു അവൻ്റെ പ്രവാചകന്മാരിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ തവണ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 136 ഇടങ്ങളിൽ നമുക്ക് ആ പേരുകൾ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയും സമകാലീനനുമായിരുന്ന ഫറവ, അദ്ദേഹത്തിൻ്റെ പേരും 1071 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വളരെ ശുഷ്കമായിട്ടാണ് ഖുർആനിൽ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമേൽ വലിയ വ്യാപ്തിയുള്ള ദൗത്യം കാരണമായിരിക്കാം ഒരുപക്ഷെ കൂടുതലായിട്ട് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്പർശിച്ചു പോയത് എന്നാണ്. അതുപോലെ തന്നെ മുഹറം മാസം അത് വിമോചന പോരാട്ടം വിജയം കണ്ട ഒരു മാസം കൂടിയാണ്. ലോകത്തെ ഏറ്റവും പീഡിതരായിരുന്ന ഒരു സമൂഹം, അവരാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നവർ. അവരെ അള്ളാഹു ഫിർഔനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും രക്ഷിച്ച, അവർക്ക് വിമോചനം നൽകിയ ഒരു മാസം കൂടിയാണ് മുഹറം. മുഹറം 10 ലോകത്തെങ്ങുമുള്ള പീഡിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ദിനം കൂടിയാണ്. വളരെ ലളിതമായി പറയുമ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു പ്രധാനമായിട്ട് 3 ഉത്തരവാദിത്തങ്ങളാണ് നൽകിയത്. അതിലൊന്ന് കോപ്റ്റിക് സമൂഹത്തിനിടയിൽ, അഥവാ കിബുത്തികൾ എന്ന് നാം പറയുന്ന ഫിർഔൻ ഒരു കിബുത്തിയാണ്. ആ സമൂഹത്തിനിടയിൽ ദീനി ദഅവത്ത് നടത്തുക എന്നതായിരുന്നു അതിലൊന്ന്. രണ്ടാമത്തത് ശിർക്കിലും ബിദ്അത്തിലും അനാചാരങ്ങളിലും പാരമ്പര്യ വിശ്വാസങ്ങളിലും ആണ്ടുപോയ ഒരു സമൂഹത്തെ നേരിൻ്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതുമായിരുന്നു. മൂന്നാമത്തത് ഫിർഔനിനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വിമോചനം കൊടുക്കുക എന്നതുമായിരുന്നു. ഈ 3 ലക്ഷ്യങ്ങളിൽ ഒതുങ്ങിയാണ് പ്രധാനമായും മൂസ അലൈഹി ഇസ്ലാം തൻ്റെ ജീവിതം വിനിയോഗിച്ചത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും.
ഏതൊരു ബഹുസ്വര സമൂഹത്തിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള ഏതൊരു പ്രവാചകന്റെയും അഥവാ എല്ലാ വിഭാഗം ജനങ്ങൾ, ഇന്ത്യയെപ്പോലെ ഒരുപാട് മതങ്ങൾ, ഒരുപാട് ജാതികൾ, ആശയധാരകൾ, ജീവിതക്രമങ്ങൾ ഒക്കെയുള്ള രാജ്യങ്ങളിലേക്ക് അള്ളാഹു അയച്ച ഏതൊരു പ്രവാചകന്റെയും പ്രഥമമായ ഉത്തരവാദിത്വം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ദീനീ ദഅവത്തിനോടൊപ്പം തന്നെ പാരമ്പര്യ വിശ്വാസങ്ങൾ അവരെ കൈപിടിച്ചുയർത്തണം. അതാത് പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരും അധസ്ഥിത ജനവിഭാഗവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ വൽക്കരിക്കപ്പെട്ട വിഭാഗത്തെയൊക്കെ വിമോചിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി അവർക്കൊക്കെയുണ്ട്. ഇന്നത്തെ കാലത്ത് മൂസ അലൈഹിസ്സലാമും മറ്റു പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നിർവഹിച്ച അതേ ദൗത്യം നാം കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് മുഹറം നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ ചോദ്യം, ഇന്ത്യയിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതൊക്കെ, അവിടത്തേക്ക് തിരിച്ചു പോകേണ്ടവരെന്ന. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ദഅവത്ത് സാധ്യമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാൻ പല കാരണങ്ങളുണ്ട്. കാരണം ദഅവത്തുമായി നിലകൊണ്ട പല വ്യക്തികളും ഇന്ന് ജയിലിലാണ്, പലരും നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ദഅവത്ത് ഇന്ത്യയിൽ വലിയ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. ദായിമാരൊക്കെ പലവിധ പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അങ്ങനെ ഒരു ഫാസിസത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിൽ ദഅവത്തിൻ്റെ സാധ്യത എങ്ങനെയാണ് എന്ന ചോദ്യമുണ്ട്. അപ്പോഴാണ് മുഹറം നമ്മളോട് പറയുന്നത്, ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളിൽ ഫാസിസം ചെയ്യുന്നതിനേക്കാൾ വളരെ ക്രൂരമായ ചെയ്തികൾ, ക്രൂരമായ ക്രൂരതകൾ ചെയ്ത ഫിർഔനിൻ്റെ കാലത്ത് ഇസ്ലാമിക ദഅവത്ത് അതിമനോഹരമായി നടത്തി വിജയിപ്പിച്ചെടുത്ത ഒരു പാരമ്പര്യം ആർക്കുണ്ട്? മൂസ അലൈഹിസ്സലാമിനുണ്ട് എന്നതുകൊണ്ട് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് മുഹറം ഇടയ്ക്കിടെ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ നോക്കൂ, ആ കാലഘട്ടത്തിലെ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഇന്ത്യൻ ഫാസിസവും അതുപോലെ തന്നെ സാനിസവും ഒക്കെ, അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരതകൾ നടത്തിയ ഒരു പ്രദേശമായിരുന്നു ഈജിപ്ത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ 4-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നത് ഫിർഔനിനെ പറ്റിയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. നിങ്ങൾ അറിയണം, തീർച്ചയായും ഫിർഔൻ അവൻ ഭൂമിയിൽ വല്ലാതെ അങ്ങ് അഹങ്കരിച്ചു. പിന്നെ എന്താ ചെയ്തത്? വജഅല അഹ്ലഹ ശിയഅ. ആ നാട്ടുകാരെ അവൻ വ്യത്യസ്ത കക്ഷികളായി വേർതിരിച്ചു. കക്ഷിത്വമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ. ഐക്യത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൂടിയ ജനവിഭാഗങ്ങൾക്കിടയിൽ അവൻ കക്ഷിത്വമുണ്ടാക്കി. എന്നിട്ടോ യസ്തളഇഫു ത്വായിഫത മിൻഹും, അതിൽ ഒരു കക്ഷിയെ, ഒരു വിഭാഗത്തെ അവൻ ക്രൂരമായി അടിച്ചമർത്തി. ആ വിഭാഗം കൊള്ളാത്തവരാണെന്നും അവർ ഇവിടെ താമസിക്കാൻ യോഗ്യരല്ല എന്നും അവർ വേറെ എവിടെങ്കിലും പോയി താമസിക്കേണ്ടവരാണെന്നും അവർ ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ക്ഷതമേൽപ്പിക്കുമെന്നുമുള്ള ഒരു വംശീയ വിരോധം ഉയർത്തിക്കാട്ടി ആ വിഭാഗത്തെ അതിക്രൂരമായി പീഡിപ്പിച്ചു. അവരാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം. എന്ന് മാത്രമല്ല, യുദബ്ബിഹു അബ്നാഅഹും, തങ്ങളുടെ മക്കളെ നിഷ്ഠൂരമായി ആൺകുട്ടികളെ കൊലപ്പെടുത്തി. വയസ്തഹ്യി നിസാഅഹും, പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. നിങ്ങൾ അറിയണം, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായും ഫിർഔൻ അങ്ങേയറ്റം കൊടിയ ഫസാദുകാരിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ, വലിയ നാശകാരി തന്നെയായിരുന്നു എന്ന് അല്ലാഹു പറയാൻ. അപ്പം എന്താണ് ഈ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞാൽ അവൻ കക്ഷിത്വമുണ്ടാക്കി, പിളർപ്പുണ്ടാക്കി. എന്നിട്ട് അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ശത്രുതയും വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് വംശീയ ബോധ്യത്തിൽ നിന്ന് ശത്രുവിനെ അവൻ സൃഷ്ടിച്ചെടുത്തു. ഒരു വിഭാഗം കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു, പോകേണ്ടവരാണെന്ന് പറഞ്ഞു, രാജ്യത്തിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞു. ഇല്ലേ? നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് പോലെ. അങ്ങനല്ലേ? ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണ്, അവരൊക്കെ പോകേണ്ടവരാണ്. ഇല്ലേ?
അങ്ങനെ പറയുന്നു. അതേ രീതിയാണ് ഈജിപ്തിൽ ഫറോവ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം ഈ വംശീയ ബോധ്യം, അതുകൊണ്ടാണ് ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന വൈവിധ്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് വരുന്നത്? ഏക സിവിൽ കോഡ് ഉണ്ട് അല്ലേ, ഒരൊറ്റ കോഡ്. അതേപോലെ തന്നെ ഈ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് NRC കൊണ്ടുവരിക, എന്നാലോ അന്യവൽക്കരണം സംഭവിക്കും. ആര് ചെയ്ത പോലെ? ഫിറഔനാണ് ഇതിൻ്റെയൊക്കെ ഉസ്താദ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവർ, വർഗീയതക്ക് വർഗീയത അല്ല സൊല്യൂഷൻ, പരിഹാരം. വംശീയതക്ക് വംശീയതയല്ല പരിഹാരം. മറിച്ച് ഇതുപോലെയുള്ള ആളുകളിലേക്ക് സത്യത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവത്തെ കൊണ്ടുവന്ന് അവരിലേക്ക് ദഅവത്ത് നടത്തി യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യപ്പെടുത്തി സമൂഹത്തെയും ഭരണവർഗത്തെയും നേരിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്ന ഒരു പാഠമാണ്. നമുക്കറിയാമല്ലോ, അവൻ ഏറ്റവും വലിയ ഏകാധിപതിയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അവൻ സ്വേച്ഛാധിപതിയാണ്. പക്ഷേ അള്ളാഹു പറയുന്നുണ്ട്, എങ്കിലും അവന് ആവിധം നമ്മൾ വിട്ടേക്കരുത്. അവനിലേക്കും എത്തേണ്ടതുണ്ട് ചില സന്ദേശങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുന്നത്, ഇത് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. തുവ എന്ന് പറയുന്നൊരു വിശുദ്ധ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നോക്കൂ, ഇദ്ഹബ് ഇലാ ഫിർഔൻ, നീ എങ്ങോട്ട് പോകണം? ഫിർഔനിന്റെ അടുത്തേക്ക് പോകണം. കാരണം ഇന്നഹു തുഗ, അവൻ എല്ലാ പരിധിയും ലംഘിച്ചു വലിയ കൊടിയ അതിക്രമിയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നീ പോകണം എന്ന് പറയും. എന്നിട്ട് ഫക്കുൽ, നീ പറയണം, ഹല്ലക ഇല അൻ തസക്ക, എടോ നിനക്ക് നന്നാവണ്ടേ എന്നവനോട് പറയണം. അല്ലേ, നന്നാവണ്ടേ. ഹല്ലക, നീ ഒരുക്കമുണ്ടോ എന്ന അതിൻ്റെ വാക്കർത്ഥം. ഇല അൻ തസക്ക, വിശുദ്ധി കൈവരിക്കാൻ, നന്നാകാൻ ഇനി ഒരുക്കമുണ്ടോ? നന്നാവണ്ടേ. കുറേ കാലമായാലല്ലേ, എത്ര കാലമായി ഈ തോന്നിവാസവും താന്തോന്നിത്വവും അല്ലേ, ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവുമായിട്ട് ഇനി നടക്കുന്നു. എന്നെങ്കിലും നന്നാവണ്ടേ എന്നിനി ചോദിക്കണം മൂസ. നീ പറഞ്ഞേക്ക്, വഹദിയക്ക് ഇല റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നിന്നെ ഞാൻ വഴി നടത്താം. അള്ളാഹുവിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഫതഖ്ഷ, അങ്ങനെ നീ ഭയപ്പെട്ടേക്കും എന്ന് പറ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഫിറഔൻ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഫമൻ റബ്ബുകുമായ മൂസ, ഓഹോ, നീ പറയുന്ന മൂസ, റബ്ബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൊച്ചു സഹോദരൻ ആര് കൂടിയുണ്ട്? കൊച്ചു അല്പം മൂത്ത സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും മൂസ അലൈഹി സ്വലാം ചോദിച്ചു വാങ്ങിയത്. കാരണം അദ്ദേഹത്തിന് അത്ര വാചാലതയില്ലായിരുന്നു. ഫിർഔനിനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് കാര്യം സ്ഥാപിച്ചെടുക്കാൻ ചില്ലറ ചില്ലറ കഴിവൊന്നും പോരാ. നല്ല വാക്സാമർത്ഥ്യവും സംവാദ കഴിവും ഒക്കെ വേണം. അള്ളാഹു തആല അനുവദിച്ചു കൊടുത്തത്, അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്ത ആ സഹായിയെ ചോദിക്കുകയാണ് ഫിറഔൻ, നിങ്ങൾ രണ്ടുപേരുടെ റബ്ബാരാണ്? ഫിറഔന്റെ ആ ചോദ്യത്തിന് മൂസ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, ഞങ്ങളുടെ റബ്ബ് ആരാണെന്നറിയോ? ആ റബ്ബാണ് എല്ലാ വസ്തുക്കൾക്കും അതിനനുയോജ്യമായ രൂപം നൽകി, അതിൻ്റെതായ പ്രകൃതം നൽകിയത്. ഏതൊരു ജീവിക്ക് അതിൻ്റെ പ്രകൃതം, അതിൻ്റെ രൂപം നൽകിയിട്ട് സുമ്മഹദ, എവിടെ അതെങ്ങനെ ജീവിക്കണം എന്ന മാർഗദർശനം കൊടുത്ത അല്ലാഹു ഏത് ജീവിക്കും. ധ്രുവക്കരടികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? പോളാർ റീജിയൻസിലൊക്കെ അതെവിടെ എങ്ങനെ ജീവിക്കണം, മത്സ്യം വെള്ളത്തിൽ എങ്ങനെ ജീവിക്കണം, ഉറുമ്പും ഇല്ലേ മാളത്തിൽ എങ്ങനെ ജീവിക്കണം, അങ്ങനെ ഓരോന്നിനും അതിൻ്റെ ജീവിക്കാനുള്ള ഹിദായത്ത്, വ്യക്തമായ മാർഗദർശനം കൊടുത്ത അല്ലാഹു അതവ ജീവിച്ചോളൂ അത്തരം ഇടങ്ങളിൽ. ഇതാണ് എൻ്റെ റബ്ബ്. അവർ കടലിലാവട്ടെ, കരയിലാവട്ടെ, മലമ്പ്രദേശങ്ങളിലാവട്ടെ, കാട്ടിലാവട്ടെ, ധ്രുവപ്രദേശങ്ങളിലാവട്ടെ, എവിടെ ആണെങ്കിലും ആ ജീവികൾക്കൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് അതിൻ്റെതായ വ്യക്തിത്വവും പ്രകൃതിയും നൽകി ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുത്തവനാണ് അള്ളാഹു എന്ന് മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും ഫിർഔനിനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പോയി ആ വിധം ദഅവത്ത് നടത്താൻ മൂസ അലൈഹിസ്സലാമിനും ഹാറൂൻ അലൈഹിസ്സലാമിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് ദഅവത്ത് നടത്തുക എന്നത് അത്രമേൽ പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല എന്ന് മുഹറം നമ്മോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, പ്രബോധനമാണ്. മുഹറം നമ്മെ നയിക്കുന്നത് പ്രബോധനത്തിലേക്കാണ്. നോക്കൂ, നിങ്ങൾ നോക്കിയാൽ ഹിജ്റയുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അല്ലേ, അത് മക്കയിൽ പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് അല്ലേ ഹിജ്റ എന്നൊരാശയം വരുന്നത്. പ്രബോധനത്തിന് അല്ലേ ഒരു എന്താ പറയുക പോസ് വരാൻ പാടില്ല. ഒരു പക്ഷേ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ യാത്രകളായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലേക്ക് പ്രവാചകനെ എത്തിക്കുന്നത്, പ്രചോദനം നൽകുന്നത് എന്ന് നിരീക്ഷിക്കുന്ന ചില ചരിത്രകാരന്മാരെ നമുക്ക് കാണാൻ പറ്റും. മക്കയിൽ അതിന് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അത് മദീനയിൽ പോയി നടത്തണം. അതും ഈ മുഹറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഭാഗം നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് എന്നാലും ആൾക്കാർ ചോദിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സാധ്യമാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് മുഹറം അതെപ്പോഴും സാധ്യമാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹിസ്സലാം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ആളുകളെ വിമോചിപ്പിച്ചു എന്നതാണ്. വിമോചനമാണ് മുഹറത്തിൻ്റെ രണ്ടാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ അല്ലേ. അദ്ദേഹം പോകുന്നുണ്ട് ഫിർഔനിൻ്റെ അടുത്തേക്ക്, കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്. എന്നിട്ട് ഫിർഔനിൻ്റെ മുമ്പിൽ പോയിട്ട് ഞെളിഞ്ഞ് നിന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന റസൂല റബ്ബിക്ക, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ 2 ദൂതന്മാരാണെന്ന്. കേട്ടോ, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതന്മാർ, ഞങ്ങളെ റബ്ബിൻ്റെ ദൂതന്മാരെന്നല്ല പറയുന്നത്. ഫാർസിൽ മഅന ബനി ഇസ്രായീൽ, അതുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തെ മക്കളെ നീ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം. വലാ തുഅദ്ദിബുഹും, ഇനിയും അവരെ നീ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കല്ല എന്ന് പറയാം. ആരെ മുഖത്തൊക്കെ പറയുന്നത്? ഏറ്റവും വലിയ ധിക്കാരിൻ്റെ മുഖത്തൊക്കെയിട്ട് എത്രയോ നിരപരാധികളെ കാലങ്ങളായിട്ട് അദ്ദേഹം കശാപ്പ് ചെയ്യാണ് അല്ലേ, ആൾക്കൂട്ടം തല്ലിക്കൊല്ലുക വഴിയിൽ വെച്ചിട്ട്, ക്രൂസൈഡ് എന്താ പറയുക, കുരിശിൽ തറക്കുക. കുരിശി എന്ന ആശയം തന്നെ ചരിത്രത്തിൽ കൊണ്ടുവരുന്നത് ഫിർഔനാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഫിർഔനിൻ്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് മൂസ അലൈഹി ഇസ്ലാം എങ്കിൽ മോഡിക്കാലത്തും ട്രംപിൻ്റെ കാലത്തും നെതന്യാഹുവിൻ്റെ കാലത്തൊക്കെ ജനങ്ങളെ കൊല്ലാക്കൊല നടത്തുന്ന ഇത്ര ദുഷ്കരന്മാർ, നരാധമന്മാർക്ക് മുമ്പിൽ പോയിട്ട് പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി ചോദിക്കാം എന്നത് മുഹറം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നേരത്തെ ഒരുപാട് മൈനോറിറ്റീസ്, എന്താ പറയുക, ന്യൂനപക്ഷങ്ങൾ അല്ലേ, അരികവൽക്കരിക്കപ്പെട്ടവർ, ദളിത് വിഭാഗങ്ങൾ, ആദിവാസികൾ, പാവങ്ങൾ അല്ലേ, അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വരേണ്ടതുണ്ട് എന്നും മുഹറത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം കേട്ടു, തസ്കിയത്ത് എന്നതാണ്. അത് സംസ്കരണമാണ്. മുഹറം നൽകുന്ന മറ്റൊരു സന്ദേശമാണത്, നമ്മൾ വ്യക്തിപരമായിട്ട് നന്നാവുക. നിങ്ങൾ നോക്കിയ ബനു ഇസ്രായേൽ സമൂഹമുണ്ടല്ലോ, അവര് ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒരുപാട് ലഭിച്ചവരാണ് അല്ലേ. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ എത്രയോ പ്രവാചകന്മാർ വരുന്നത് ഈ ബനു ഇസ്രായേൽ സന്തതികളിൽ നിന്നാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കുണ്ടായി. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ട വിധത്തിൽ നന്ദി കാണിക്കാതെ പോയ ഒരു സമൂഹമാണ് അത് ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞാൽ. ഒരു നന്ദി കെട്ട വിഭാഗമാണ്. പലപ്പോഴും ശിർക്കൻ നിലപാടുകളാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള ബനൂ ഇസ്രായേൽ സമൂഹത്തെയും ചെങ്കടലിൽ കടന്ന് രക്ഷപ്പെടുത്തിയ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ. അവർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അള്ളാഹ് പറയുന്നുണ്ട്, മൂസാ നീ ഇവരെയും കൂട്ടി രാത്രി തന്നെ പോകണം, നേരം വെളുക്കാൻ കാക്കരുത്. നേരം വെളുത്താൽ ചിലപ്പോൾ കുഴപ്പം, പിന്നീട് ആര് വരും? പിറകെ ഫിറഔൻ വരും. രാത്രി തന്നെ പോവാൻ. പക്ഷേ ചെങ്കടൽ തീരത്ത് പരസ്പരം ഏറ്റുമുട്ടി അവർ കണ്ടുമുട്ടിയപ്പോൾ ഈ കൂടെ ഉള്ളവർ പറയുന്നുണ്ട്, മൂസ നമ്മളിപ്പം പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നു മൂസ അലൈഹിസ്സലാം.
ഒരു വഴി അവൻ കാണിച്ചു തരുമെന്ന് പറയുന്നു. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തിയ കാര്യം ആ സമൂഹം നേർക്കണ്ണുകൊണ്ട്, നഗ്നമായ കണ്ണുകൊണ്ട് കാണുക. അത് അവളെ രക്ഷപ്പെടുത്തുന്ന രൂപം അല്ലേ കടലിൽ നദിയിൽ വടിയടിക്കുക, എന്നിട്ട് രണ്ടായി പിളരുക, നല്ല മനോഹരമായ റോഡ് രൂപപ്പെടുക, അതിലൂടെ ഇറങ്ങി മുസ്ലിങ്ങൾ ഈ ഇസ്രായേൽ സമൂഹം കടന്നു പോവുക. അവർ മറുകര എത്തിയപ്പോൾ പിന്നാലെ വന്ന സമൂഹത്തിലേക്ക് വെള്ളം കൂടിച്ചേർന്ന് അതിൽ ഫിർഔനും കൂട്ടരും മുങ്ങിച്ചത്തത് നേർക്ക് നേരെ കണ്ടുകൊണ്ട ഒരു സമൂഹം. അവരെന്താ ചെയ്തതെന്നറിയോ? എന്നിട്ട് പിന്നെന്താ ചെയ്ത്? അങ്ങനെ അക്കരത്തെ അവരിങ്ങനെ പോവാണ്, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ പോവാണ്. അള്ളാഹ് പറയാണ് വജാവസ്ന ബിബനി ഇസ്രായീൽ അൽ ബഹർ, ആ ബനു ഇസ്രായേൽ സമൂഹത്തെ നാം കടൽ കടത്തി. അപ്പോഴോ അവർ ഫഅതൗ അലാ ഖൗമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്ത് അവരെത്തി. കടൽ കടന്ന് അവരങ്ങനെ പോവാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹ് രക്ഷപ്പെടുത്തി. അവർ നന്ദിയുള്ളവരായി, വലിയ സന്തോഷമായി. മറ്റുള്ളവർ മരിക്കുന്നത് കണ്ണുകൊണ്ട് നോക്കി കണ്ടു. എന്നിട്ട് പോകുമ്പോഴാണ് അവരിങ്ങനെ പോകുമ്പോൾ അവരൊരു സമൂഹത്തെ കണ്ടു. അവരെന്താ ചെയ്യുന്നത്? യഅ്കുഫൂന അലാ അസ്നാമിൻ ലഹും, അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ഓ കാക്കണേ നമോംശി എന്നൊക്കെ പറയും അല്ലേ? ആര്? അള്ളാഹിന്റെ ശക്തിയും അള്ളാഹുവിന്റെ കുദറത്തും റഹമത്തും കണ്ടുപോകുന്ന ഒരു സമൂഹമാണ്. ഇത് കണ്ടപ്പോൾ ഓല അവിടെ നിന്നു കാലു അവർ പറയുക അവരോട്, മൂസ നബിയോട്, യാ മൂസ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ നോക്കൂ, അവർക്ക് ഭജനമിരിക്കാനും ആരാധിക്കാനും ഒരു വിഗ്രഹം ഇല്ലേ? അതുപോലെ ഒരു വിഗ്രഹത്തെ നീയും ഞങ്ങൾക്ക് ദൈവമാക്കി വെച്ചതാ എന്നാ പറയാൻ. വേടാ, എന്തൊരു ധിക്കാരാണ്! ഇത് നന്ദികേടാണത്. ആ സന്ദർഭത്തിലാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, ഇന്നക്കും ഖൗമുൻ തജ്ഹലുൻ, നിങ്ങൾ വല്ലാത്ത വിവരം കെട്ടവർ തന്നെയാണല്ലേ. എന്ത് മനുഷ്യന്മാരാ നിങ്ങൾ അല്ലേ? പക്ഷെ നിങ്ങൾ നോക്കൂ, അദ്ദേഹം അത്രയേ പറഞ്ഞുള്ളൂ. നമ്മുടെ കാലത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഇനി ഓല കാര്യം നോക്കണ്ട, വെറും പക്ക മുശ്രിക്കീങ്ങളാന്ന് പറയൂലേ. ഒരു കാലത്ത് നമ്മളവരെ വിട്ടേക്കും. ഇന്ന് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ, മഹാത്മാക്കളുടെ മുമ്പിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർ അല്ലേ, മൺപറഞ്ഞു പോയ ആളുകളെ പറ്റി എന്ത് മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നവർ, അവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് തള്ളിക്കില്ല, ഓല കാര്യം എടുക്കാനും വെക്കുവാനില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നാം ആരെങ്കിലും അവരെ കറക്റ്റ് ചെയ്യാൻ അല്ലേ, ശരി ബോധ്യപ്പെടുത്തി നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ റെഡിയാണ്. അവൻ മുശ്രിക്കാണ് ഇല്ലേ, ഇവൻ കാഫിറാണെന്ന് നമ്മളിങ്ങനെ പറയും. മൂസ അലൈഹി സ്വലാം ചെയ്ത അതല്ല അല്ലേ, അവരോട് അദ്ദേഹത്തിന് ദയ ഉണ്ടാകുന്നത്. അത് പലപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലതയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നീ ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി എന്നാണ്. എന്നെ അവരെ ഉൾക്കൊള്ളാനുള്ള വിശാലത എനിക്ക് തരണം എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടില്ല ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്, പ്രസംഗിക്കുന്നത് അല്ലേ, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത തരണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥന. എന്താണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് അദ്ദേഹം ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? ഈ മൂസ അലൈഹി ഇസ്ലാമിനെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത ആ കിബത്തികൾക്ക് ഫിർഔനും കൊടുക്കണം, അയാൾ പ്രാർത്ഥിക്കണ്ടേ ഇല്ലേ? പക്ഷേ ഞാൻ പ്രകോപിതനാകരുത്, ഞാൻ ക്ഷമകെട്ടവനായി പോകരുത്, എന്ത് കണ്ടാലും അല്ലേ ഞാൻ നോട്ട് ടു ബി പ്രൊവോക്കഡ്, ഞാൻ ഒരിക്കലും പ്രകോപിതനാകാതെ അത് ഉൾക്കൊള്ളാനും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നൊരു മാനസികാവസ്ഥ എനിക്ക് തരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതെന്താ ചെയ്യുന്നത്? അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നഹ ഉലൈ മുതബറും മാഹും ഫീഹി. കേട്ടോ, ഈ ജനവിഭാഗമുണ്ടല്ലോ, അവർ അവലംബിച്ച മാർഗം അത് നാശകരമാണ്. ആര്? ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഭജനമിരിക്കുന്നവർ അല്ലേ, അത് നാശത്തിന്റെ മാർഗം അവലംബിച്ചിരിക്കുന്നത്. അത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളും അവരെ പോലെ നാശത്തിൽ അകപ്പെടാൻ പോവുകയാണ്. വബാത്തിലുമ്മാക്കാനു യഅ്മലുൻ, അവർ പ്രവർത്തിക്കുന്നതോ തികഞ്ഞ മിഥ്യയാണ്, അസത്യമാണ്, ബാത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അതൊരു ചോദ്യം ചോദിക്കുക അവരോട്, നിങ്ങൾ ചോദിക്കുന്നത് ഇലാഹിനെ വേണമെന്നല്ലേ? ആരെപ്പോലെ? ഈ വിഭാഗം, ഈ ആളുകൾ ഇരുന്ന് ഭജനമിരിക്കുന്ന വിഗ്രഹങ്ങൾ പോലെ എനിക്കും ഞങ്ങൾക്കും ഒരു വിഗ്രഹം ഉണ്ടാക്കി തരൂ എന്നല്ലേ അദ്ദേഹം മനോഹരമായൊരു മറുപടി അവരോട് പറയാണ്, ഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ. കേട്ടോ, നിങ്ങൾക്ക് ഞാൻ അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ അന്വേഷിക്കുകയോ?
അല്ലേ? നിങ്ങൾക്ക് ഈ ഇലാഹ് പോരെ. ഏത് ഇലാഹ്? തൊട്ട് മുമ്പ് അല്ലേ, നിമിഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയോ അല്ലാഹ്. ഏതായിരുന്നു ആ സന്നിഗ്ധ ഘട്ടം? അല്ലേ, നിങ്ങൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിന് വിധേയരാകേണ്ടിയിരുന്നു, അല്ലെങ്കിൽ മറുകര എത്തും മുമ്പ് വെള്ളം കൂടിയെങ്കിൽ നിങ്ങൾ മുങ്ങി ചത്തുപോകുമായിരുന്നു. അവിടെ നിന്ന് നിങ്ങളെ കനിവോടെ, കാരുണ്യത്തോടെ, ആർദ്രതയോടെ രക്ഷപ്പെടുത്തിയ ഈ അള്ളാഹുവിന് പകരം നിങ്ങൾക്ക് ഞാൻ വേറൊരു ഇലാഹിനെ അന്വേഷിക്കുകയോ? കഷ്ടം. വഹുവ ഫളലക്കും അലൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആ അള്ളാഹു ഉണ്ടല്ലോ നിങ്ങളെ സർവ്വജനങ്ങളെക്കാളും ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിന് വേറെ ഒരു ഇലാഹ് എന്ന ചോദ്യം. അതിങ്ങനെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് അദ്ദേഹം. അതാണ് പറയുന്നത് എന്ത്, അത് എന്താ പറയുക, ഈ സംസ്കരണത്തിൻ്റെ ഉജ്ജ്വലമായ രൂപങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്, ഒരാളെ നമ്മൾ തള്ളിക്കളയരുത്. ഏതെങ്കിലും വിവരമില്ലാത്ത അല്ലേ ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേട്ടിട്ടായിരിക്കാം നമ്മൾ ചൊല്ലുന്ന സലാം അദ്ദേഹം മടക്കാത്തത്. പക്ഷെ അന്ന് തന്നെ നമ്മൾ വിധേയതാൻ പാടില്ല, നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പറ്റുമെങ്കിൽ തിരുത്തി കൊടുക്കാൻ പറ്റുക, തിരുത്തി കൊടുക്കാൻ മുന്നോട്ട് വരണമെന്നാണ് മുഹറമും മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും നമ്മൾ നിരന്തരം. അല്ലാതെ നമ്മൾ ശുഷ്കായി പോകില്ലേ, പിന്നെ ആരാ ഉണ്ടാവുക നമ്മളോടൊപ്പം? നമ്മളിങ്ങനെ തള്ളി 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 ഇങ്ങനെ കട്ട് ചെയ്ത് പോയപ്പോൾ നമ്മൾ ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവുമോ? ഇല്ല. അതാണ് മുഹറം പറയുക, ആ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. മറ്റൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? മറ്റൊരു കാര്യം, ഐക്യത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. അതാണ് ഞാനീ പറയുന്നത്. അതിലേക്ക് ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നാണ്. മൂസ അലൈഹി ഇസ്ലാം ചരിത്രത്തിൽ ഐക്യത്തിന് ഛിദ്രത ഉണ്ടായി പോകരുത്. ആളുകൾ തമ്മിൽ എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിച്ചിട്ട് ഫിർഖത്ത് വന്നിട്ട് ഭിന്നത വന്ന് അവർ അകന്നു പോകരുത് എന്നാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഈ തൗറാത്ത് വാങ്ങാൻ പോകുന്ന ഒരു രംഗമുണ്ട്. തൗറാത്ത് വാങ്ങാൻ പോവാം, അള്ളാഹുവിൻ്റെ സന്ദേശം വാങ്ങും. അപ്പോൾ അദ്ദേഹം വളർത്തിയെടുത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നല്ല തൗഹീദിലായിട്ടുണ്ട്. ഏക ഇലാഹിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗമായിട്ട് നിലകൊള്ളുന്ന സന്ദർഭത്തിൽ ആ തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാം പോകുന്നത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് അറിയാം ഇവരുടെ ഈ മനസ്സിൻ്റെ ഈ ചാഞ്ചാട്ടം അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് അവരിൽ തൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ നിർത്തിയിട്ടാണ് പോകുന്നത്. നീ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അദ്ദേഹം പോയി തൗറാത്ത് വാങ്ങി തിരിച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയൂലേ? ഞെട്ടിപ്പോയി. കാരണം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പശുക്കുട്ടി ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് ദൈവമാണ് എന്ന വ്യാജേനെ അതിനാരാധിക്കാൻ ആ സമൂഹം മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നു. ഞെട്ടിപ്പോയ അദ്ദേഹം ഈ നിലക്ക് പരുവപ്പെടുത്തിയെടുത്തിയ ഒരു സമൂഹത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും അവർക്ക് മാർഗദർശനം കൊടുക്കാനും തൗറാത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദങ്ങൾ വാങ്ങി, വാക്യങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് കൈവിട്ടു പോകുന്ന ഒരു സമൂഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി. എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. മാത്രമല്ല തൻ്റെ സഹോദരൻ്റെ അടുത്ത് വരുന്നുണ്ട്, കൊച്ചു ജ്യേഷ്ഠൻ്റെ അടുത്ത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നീണ്ട താടിയും മുടിയും ചുരുട്ടി പിടിച്ചൊരു വലിക്കുന്നുണ്ട്. വലിക്കുകയാണ് വളരെ ദേഷ്യത്തോടെ. ആ സന്ദർഭത്തിൽ ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുന്നത് കേട്ടോ, എന്താണ്? യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹ്യതി വലാ ബിറഅസി. എൻ്റെ കൊച്ചു അല്ലേ, എൻ്റെ ഉമ്മാൻ്റെ മോനെ എന്നാ പറയുന്നത്. പക്ഷെ എൻ്റെ ജ്യേഷ്ഠ എന്നാ പറയുന്നത്, അനുജ എന്നാ പറയുന്നത്. നീ വെറുതെ എൻ്റെ താടി മുടി പിടിച്ചു ഒഴിച്ചിട്ടൊരു കാര്യമല്ല. മൂസാ നബി അലൈഹി ഇസ്ലാം എന്താ ചോദിക്കുന്നത്? യാ ഹാറൂൻ മാ മനഅക ഇദ് റഅയ്തഹും വല്ലു. ഇല്ലേ, ഈ ജനവിഭാഗം, ഈ നല്ല മനുഷ്യന്മാർ വഴിപിഴക്കുന്നത് കണ്ടപ്പോ അലാ തത്തബിഅൻ, എൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് അവരെ തടയുന്നതിൽ നിന്നെ വിലക്കിയ കാര്യമല്ല. നീ എന്താ അവരെ തടയാതിരുന്നത്? നീ എന്തുകൊണ്ട് എൻ്റെ ഈ മാർഗത്തിൽ ഉറച്ചു നിന്നില്ല? അവർ പിഴച്ചത് നീ കണ്ടില്ലേ? അവർ പശുക്കുട്ടി ആരാധിക്കുകയല്ലേ? നീ എന്താ മിണ്ടാതിരുന്നെന്നാ ചോദിക്കുന്നത്. അഫഅസൈത അംരി, എൻ്റെ കൽപ്പനയെ നീ ധിക്കരിച്ച് കളഞ്ഞോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ താടിയും പിടിയും പിടിച്ചു വലിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞല്ലേ, നീ പിടിച്ചിങ്ങനെ വലിക്കല്ല. ഞാൻ ശരിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാതെ നിന്നിട്ടൊന്നുമല്ല, എൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അവർ എന്നെ കൊല്ലാനാക്കി എന്നാ പറയുന്നത്. അവരെന്നെ, ഞാൻ മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല, അവർ എന്നെ കൊല്ലാനാക്കി. അത്രയും പീഡനങ്ങൾ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം ഒന്ന് ഞാൻ തീരുമാനിച്ചു. എന്താണെന്നറിയോ?
നീ തിരിച്ചു വന്നിട്ട് ഇന്നി ഖശീതു, ഞാനൊന്ന് ഭയപ്പെട്ടു, അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ, അല്ലേ, നീ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുമോ എന്നാ ഞാൻ ഭയപ്പെട്ടത്. എന്ത്? നീ ഇസ്രായേൽ സന്തതികളെ ഭിന്നിപ്പിച്ചു കളഞ്ഞു, നീ ഇസ്രായേൽ മക്കളെ ഭിന്നിപ്പിച്ചു കളഞ്ഞു എന്നും, വലം തറക്കുബ് ഖൗലി, എന്തുകൊണ്ട് എൻ്റെ വാക്കിന് നീ കാത്തിരുന്നില്ല എന്നും നീ ചോദിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് മാത്രം ഞാൻ അല്പം ഒന്നടങ്ങിയതാണ്. ഏത് ഘട്ടത്തിലേക്ക് പറയുന്നത്? അല്ലേ, നിങ്ങൾ നോക്കണം, ഒരു തൗഹീദ് പോലും പരീക്ഷണത്തിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം, അല്ലേ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹം പശുക്കുട്ടി ആരാധിക്കാൻ വരുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് എന്ത്? അവിടെയും തൽക്കാലം ഭിന്നത ഉണ്ടാകരുത്, ആളുകൾ അകന്നു പോകരുത്, കുഴപ്പമുണ്ടാകരുത്, ഫിർക്കത്തുണ്ടാകരുത്, അല്ലേ? നമ്മൾ എന്തിനാണ് കക്ഷികളും സംഘടനകളും ഉണ്ടായത്? നമുക്ക് അറിഞ്ഞൂടെ, അല്ലേ? എന്തിൻ്റെ പേരില സംഘടന? ഒരു പ്രവാചകനായി പറയുന്നത് ആളുകൾ ഇவ்விധം മാർഗച്യുതിയിലേക്ക് വലാലത്തിലേക്ക് പോകുമ്പോൾ ഇനിയും ഞാൻ പ്രവർത്തിച്ചാൽ ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായേക്കും, അതാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മാറി നിന്ന്. അതുകൊണ്ടാണ് ഞാൻ മാറി എന്ന് പറഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാം പോലും ശാന്തമായി പോകുന്നുണ്ട്. ഫിർക്കത്താണ് ഏറ്റവും വലിയ കുഴപ്പം. ഫിത്ന എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും സമുദായങ്ങൾക്കും സംഘടനകൾക്കും ഇടയിലുള്ള ഭിന്നിപ്പാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അതിന് ഫലം കണ്ടു എന്നതാണ്. അതിന് ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ദഅവത്തിന് അനുകൂലമായിട്ട് അമുസ്ലിങ്ങളിൽ നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായി. മനസ്സിലായില്ലേ? അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കോപ്റ്റിക് വിഭാഗത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ വാദത്തെ അംഗീകരിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നു എന്നാണ്. ഒരാൾ അള്ളാഹു പറയുക, വക്കാല റജുലും മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ വന്ന് പറയാണ്. ആളാരാ? മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആളല്ല, അദ്ദേഹം മിൻ ആലി ഫിർഔൻ. ആരുടെ ആളാണ്? ഫിർഔനിൻ്റെ ആളാണ്, അദ്ദേഹത്തിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ. പക്ഷേ യക്തുമു ഈമാനഹു, ഉള്ളിലുള്ള വിശ്വാസം അദ്ദേഹം പുറത്ത് കാണിച്ചില്ല, അതിനെ മറച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതഖ്തുലൂന റജുലൻ. ചോദിക്കുന്ന ആരോടാ? ഫിർഔനിനോടായി ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുകയാണ്, അധികാര കേന്ദ്രത്തോടുള്ള ചോദ്യമാണ്, വിരൽ ചൂണ്ടിയുള്ള ചോദ്യമാണ്. ആരോട്? അധികാര കേന്ദ്രത്തോട്. ഫിർഔനിനോടുള്ള ചോദ്യം, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നത് കൊണ്ടാണോ ഈ മനുഷ്യനെ നിങ്ങൾ നിഷ്കരണം കൊല്ലാൻ ഒരുമ്പിടുന്നത്, കൊല്ലാൻ വരുന്നത് എന്നാ ചോദ്യം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കും വിധം ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞു, അല്ലേ? ഭരണകൂടത്തോട് അതാ വേണ്ടി ശരിക്കും ചോദ്യം ചോദിക്കാൻ ആളില്ല എന്നതാണ് നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ ഈ എന്താ പറയുക പോരായ്മ എന്ന് പറയുന്നത്. വിരൽ ചൂണ്ടി ചോദിക്കാൻ ആളില്ല. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലേ? എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, അവനെ ഭയപ്പെടുക, അവന് ആരാധനകൾ നൽകുക, അവനെ അനുസരിക്കുക എന്നൊരു ഉത്തരവാദിത്വം സൃഷ്ടി എന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണ്. അത് പറഞ്ഞതിനാണോ നിങ്ങൾ കൊല്ലുന്നത് എന്ന് അദ്ദേഹം. നിങ്ങൾ നോക്കുക, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ NRC വന്നല്ലോ, അല്ലേ? പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ മുസ്ലിങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാകാൻ പോയിരുന്ന ആരാണ്? മുസ്ലിങ്ങളാണ്, അല്ലേ? അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആർക്കായിരുന്നു? മുസ്ലിം. പക്ഷേ മുസ്ലിങ്ങളോടൊപ്പം വന്ന് ചേർന്ന് നിന്ന് എത്രയോ മുസ്ലിങ്ങളായ ആളുകൾ എത്രയോ പേരുണ്ട് ഇന്നുണ്ട് അങ്ങനെ, അല്ലേ? പൗരത്വ വിഷയത്തിൽ മാത്രമല്ല, അതുപോലെ ഈ വോട്ട് ചോദ്യം, എന്ത് വിഷയത്തിൽ നമ്മൾ ഇന്ത്യൻ ഫാസിസം അടിച്ചേൽപ്പിക്കുന്ന പല പല വിഷയങ്ങളിലും, അല്ലേ, ഈ വിദ്വേഷത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും ആളുകളിലെ കൊണ്ടുവരുന്ന എല്ലാ ഗൂഢമായ അജണ്ടകൾക്ക് എതിരെ നിന്നുകൊണ്ട് മുസ്ലിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്, അല്ലേ? നമ്മൾ മറന്നു വരുത്. അതെന്താണ്? അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നേടിയെടുക്കാൻ കഴിഞ്ഞ വലിയൊരു മഹത്വമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് ദഅവത്താണ്, രണ്ടാമത്തെ സംസ്കരണമാണ്, പിന്നെ മൂന്നാമത്തത് ഐക്യമാണ്, പിന്നെ വിമോചനമാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലെത്തുന്നു. എവിടെ നിന്ന്? മക്കയിൽ നിന്ന്. ചെന്നപ്പോഴാണ് മുഹറം 10 വരുന്നത്. അന്ന് തസ്സൂമു യൗമ ആശൂറ, ജൂതന്മാരൊക്കെ അന്ന് 10 നോമ്പ് നോൽക്കുന്നു. അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുന്നത്, എന്തേ ഇത്, നിങ്ങളെന്താ നോമ്പ് നോൽക്കുന്നത്?
അവരുടെ മറുപടി എന്താണ്? ഹാദാ യൗമുൻ ജമീൽ, ഞങ്ങളെ സംബന്ധിച്ച് ഇത് മനോഹരമായ ഒരു ദിവസമാണ്. എന്തുകൊണ്ടാ? ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം. എന്തുകൊണ്ടെന്നാൽ ഇന്നാണ് അല്ലാഹു ബനു ഇസ്രായേൽ സമൂഹത്തെ തങ്ങളുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഫസാമഹു മൂസ, അതുകൊണ്ട് മൂസ അലൈഹി സ്വലാം നോമ്പ് നോറ്റു. അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു, ഞങ്ങളുടെ പ്രവാചകൻ നോമ്പ് നോറ്റു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നോക്കൂ, മുഹറം 10 നോമ്പിന്റെ ചരിത്രം പോലും എന്തിന്റെ ചരിത്രമാണ്? വിമോചനത്തിന്റെ ചരിത്രമാണ് അല്ലേ? അത് രക്ഷപ്പെടുത്തി എന്ന വിമോചനത്തിന്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൽ അതിയായ തവക്കുലും അങ്ങേയറ്റ ക്ഷമയും ഉണ്ടെങ്കിൽ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ അകപ്പെടുന്ന പ്രതിസന്ധി എത്രമേൽ കഠിനമാണോ, ആഴമേറിയതാണോ, ഈ തവക്കുലും സബറും നിങ്ങൾക്കുണ്ടെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനെയും ബനൂ ഇസ്രായേലിനെയും അള്ളാഹു സുരക്ഷിതമായി രക്ഷിച്ചെടുത്ത പോലെ നിങ്ങളെയും രക്ഷപ്പെടുത്തും എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, മുഹറം നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, ഈ പ്രതീക്ഷ നൽകുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മൂസ ഫിർഔൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കൊടിയനായ ഒരു ശത്രുവാണ്. അദ്ദേഹത്തോടൊപ്പം ചില കോർപ്പറേറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് സാമ്പത്തിക കോർപ്പറേറ്റ് ആര്? കാറൂനാണ്. നിങ്ങൾക്കറിയാം അല്ലേ? കാറൂൻ വലിയ എന്താണ്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? സാമ്പത്തിക അല്ലേ സമ്പന്ന ആര്? ഭീമന്മാർ. പിന്നെയോ അതേപോലെ തന്നെ സൈനിക ഉപദേഷ്ടാവുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം എതിരിടേണ്ടി വരുന്ന കാറൂനോടൊപ്പം, ക്ഷമിക്കണം, ഫിർഔനോടൊപ്പം നിലനിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് ആരാണ്? ഒന്ന് കാറൂനാണെങ്കിൽ മറ്റൊന്ന് ഹാമാൻ. ആരാണ്? അത് സൈനിക ഉപദേഷ്ടാവാണ്. എவ்விധം നിരപരാധികളെ നടുറോഡിൽ പച്ചക്കടിച്ചു കൊല്ലാം എന്ന് തീരുമാനമെടുക്കുന്നതിൽ ഈ ഒരു സൈനിക ഉപദേഷ്ടാവിന്റെ പങ്കുണ്ട്, ഹാമാൻ. അള്ളാഹ് പറയുന്നുണ്ട്, ഇന്ന ഫിർഔന വ ഹാമാൻ, തീർച്ചയായും ഫിർഔനും ഹാമാനും വജുനൂദഹുമ, അവരുടെ സൈനികർ മൊത്തം കാനു ഖാതിഈൻ, അങ്ങേ അറ്റം അപരാധികളായ ഒരു സമൂഹമാണ്. അതിനെ നിങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇതൊന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ ഒരു വലിയ നേതാവ് ഉണ്ടാവും, വേറൊരു ഉപദേഷ്ടാവ് ഉണ്ടാവും, വേറൊരു കോർപ്പറേറ്റ് ഉണ്ടാവും അല്ലേ, വേറെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള എന്താണ്? ഒരു കോക്കസാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു മൂസാ നബിനെ വിളിക്കുന്നത്, വാ നീ പോയിട്ട് ഈ സമൂഹത്തോട് അനിയത്തിൽ ഖൗമൽ ളാലിമീൻ, ഈ ളാലിമീങ്ങളായ കൗമിന്റെ അടുത്തേക്കാണ് നീ പോകേണ്ടത് അല്ലേ? അതാരാ? ഖൗമ ഫിർഔൻ, ഈ ഫിർഔനിന്റെ ഖൗമ്. എന്നിട്ട് നീ ചോദിക്കണം, അലായത്തക്കൂൻ, അല്ല ഒട്ടും പേടി ഇങ്ങക്കില്ലേ? ഇത്ര കാലമായി തുടങ്ങിയിട്ടില്ലേ, ഒരു പേടിയും ഇല്ലേ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചിട്ടില്ലേ അദ്ദേഹം ഒരു വാക്ക് പറയാൻ, അള്ളാഹുവേ നീ എന്തായി പറയുന്ന, ആരടുത്തൊക്കെ ഈ പോണ്ടിയതിലേ? ഒന്ന് ഫിർഔനാണ്, കാറൂനാണ്, ഹാമാനാണ്, അവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന 1000കണക്കിന് ആളുകളുടെ മുമ്പിലേക്കോ? ഞങ്ങൾക്ക് ശരിക്കും പേടിയ അള്ളാഹുവേ, കേട്ടോ, ആ ഫിർഔൻ ഞങ്ങളുടെ മേൽ ചാടി വീണേക്കുമോ എന്ന പേടിയാ ഞങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ വല്ലാത്തവ അതിക്രമവും അവൻ ചെയ്തേക്കും, വല്ല ഗുരുത്തക്കേടും ചെയ്താലില്ലേ ഞങ്ങൾ പിന്നുണ്ടാവോ എന്ന ഭയം അദ്ദേഹം അള്ളാഹുവുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് പറയുന്നൊരു വാക്ക് കേട്ടോളൂ, കാല ലാ തഖാഫ, വേണ്ട, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ ഇന്നനീ മഅകുമാ, തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അസ്മഉ വ അറ, എല്ലാം കണ്ടും കേട്ടും ഞാനുണ്ടപ്പം. നിങ്ങൾ ഒറ്റക്കല്ല പോകുന്നത്. എത്ര ആളാ പോകുന്നത്? മൂന്നല്ലേ? കണ്ടും കേട്ടും ഞാനുണ്ട്. അസ്മഉ, ഞാനെല്ലാം കാണും. ഇങ്ങനത്തെ ഒരു സന്ദർഭം നിങ്ങൾക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യാത്ര ഹിജറ ഘട്ടത്തില്ലേ അല്ലേ? എവിടെയാണ് അവരൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ മക്കക്കാർ പുറത്താക്കി. അവസാനം അവർ അല്ലേ ഇത് ഹുമാ ഫിൽ ഗാർ, രണ്ടുപേരും ആ ഗുഹായിലെത്തി, 6 സൗറിൽ അല്ലേ പേടിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംരക്ഷണമാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഏറ്റവും വലിയ പരിഗണന റളിയല്ലാഹു അൻഹു അല്ലേ. എല്ലാ പഴുതുകളും അടച്ചു, മാളങ്ങൾ അടച്ചു. ഒരു മാളം ബാക്കിയായപ്പോൾ സ്വന്തം കാലവിടെ വെച്ചു എന്നാ പറയുന്നത്, പാമ്പിന്റെ കടി റസൂലുള്ളാഹി കേൾക്കാതിരിക്കാൻ വേണ്ടി. അപ്പോഴാണ് അങ്ങനെ പ്രവാചകന്റെ ജീവൻ അങ്ങേയറ്റം വില കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ചില കാലുകൾ ഗുഹാമുഖത്ത് കാണുന്നത്. ചില കാലുകൾ, ആളുകൾ അവിടം വരെ എത്തി ഇങ്ങനെ നോക്കുവാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിയോട് പറയും, അള്ളാഹുവിൻ്റെ ദൂതരെ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാലോ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാലോ. കഴിഞ്ഞില്ല കഥ, കാണില്ലേ നമ്മെ. ആ സന്ദർഭത്തിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു മറുപടി എന്താണ്? എന്താ പറയുന്നത്? അബൂബക്കറെ, മളന്നുക് യാ അബാബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. നോക്കിയാലേ, അതേപോലെ ഇല്ല ഇത് അല്ലേ? മൂന്നാമനായി അള്ളാഹുവുള്ള രണ്ടാളെ കൂട്ടി അല്ലേ? മൂന്നാമനായി അള്ളാഹുവുള്ള രണ്ടുപേരെ കുറിച്ച് എന്താ അതിൻ്റെ വിചാരം? നമ്മൾ രണ്ടുപേരാ? നമ്മൾ 3 പേരാണ്. ഞാനും നീയും പിന്നൊപ്പം. ലാ തഹ്സൻ, നീ ഒരിക്കലും സങ്കടപ്പെടണ്ട. ഇന്നല്ലാഹു മഅനാ, തീർച്ചയായും നമ്മോടൊപ്പം ആരുണ്ട്? അല്ലാഹു. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, മുഹറം മുന്നോട്ട് വെക്കുന്നത് അത് വലിയ പ്രതീക്ഷ, വിമോചന പ്രതീക്ഷയാണ്. വിമോചന പ്രതീക്ഷ കേട്ടോ. മൂസ അലൈഹിസ്സലാം പറയുന്ന വാക്ക്, അള്ളാഹ് പറയാണ്, നിങ്ങൾ പോയിക്കോ. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നിങ്ങൾ കൂടുതൽ വായിക്കണമെന്നാണ് മുഹറം നമ്മളോട് പറയുന്നത്. നിങ്ങൾ കൂടുതൽ വായിക്കേണ്ട ചരിത്രം മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. എൻ്റെ സഹോദരനായ മൂസാക്ക് അള്ളാഹു അനുഗ്രഹം ഒരുപാട് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരുപാട് സഹിച്ചു മൂസ അലൈഹിസ്സലാം, എന്നേക്കാൾ ഒരുപാട് സഹിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം ചരിത്രം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയെയും ധിക്കാരിയുമാണ് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ മൂസയുടെ ചരിത്രമാണ് നിങ്ങൾ കൂടുതൽ വായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 136 തവണ അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആനിൽ വരുന്നത്. അദ്ദേഹത്തോട് അള്ളാഹ് പറഞ്ഞ വാക്കാണ്, പേടിക്കേണ്ട കൂടെ ഞാനുണ്ട്, കണ്ടും കേട്ടും. അതിൻ്റെ ആവർത്തനമാണ് 6 സൂറയിൽ നമ്മൾ കേൾക്കുന്നത്. ഒന്നും പേടിക്കേണ്ട, നമ്മൾ 2 അല്ല 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിധത്തിലുള്ള നിയ്യത്തും തൗഹീദും തവക്കുലും ക്ഷമയുമുണ്ടെങ്കിൽ വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ആ ഫലമ്മ തറാ അൽ ജംആൻ, ആ 2 സംഘങ്ങൾ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സംഘം, ബനൂ ഇസ്രായേൽ, ഫിർഔനിൻ്റെ സംഘം, 2 പേരും കൂടി ആ കടൽ തീരത്ത് അഭിമുഖം കണ്ടപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആളുകൾ പറയുന്നത്, മൂസ ഇന്നാല മുതറക്കുൻ, കഴിഞ്ഞല്ലോ, നമ്മുടെ കഥ പിടിക്കപ്പെട്ടല്ലോ എന്നാ പറയുന്നവർ അല്ലേ. എന്ത് രക്ഷപ്പെടാം അല്ലേ? നമ്മൾ പറയല്ലേ, കടലിനും ചെകുത്താനിനും മധ്യം എന്നല്ല പറയാ. ഇതാ സംഭവം. മുമ്പ് കടലാണ്, ബേക്കിലാരാ? ചെകുത്താനാണ്. നമ്മൾ മധ്യേ ഉള്ളത്. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വിമോചന പ്രതീക്ഷയുടെ ഏറ്റവും തിളക്കമാർന്ന ആ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്. കാലക്കല്ല, ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്തുകൊണ്ടാ? ഇന്ന മഅയ റബ്ബി, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരികട്ടെയും. കാണിച്ചല്ലോ പ്രിയപ്പെട്ടവരെ, ഇത് കൂടി പ്രധാനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ മുഹറം അത് പ്രബോധനമാണ്, അത് സംസ്കരണമാണ്, വിമോചനമാണ്, വിമോചന പ്രതീക്ഷയാണ്, ഒപ്പം ഐക്യത്തിൻ്റെ ഉജ്ജ്വലമായ വിളംബരം കൂടിയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഈ കേട്ടതും ഈ പറഞ്ഞതുമൊക്കെ ഒരു സുഹൃതമായി ഞങ്ങൾ നിന്നെ സ്വീകരിക്കണമേ റഹ്മാനെ. ശാരീരികവും മാനസികവുമായ സുഖവും ബർക്കത്ത് ഞങ്ങൾക്കിനി നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്ത് നൽകണമേ റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങൾ തരണം ചെയ്ത് ഈമാനിക ആവേശത്തോടെ ചൈതന്യത്തോടെ മുന്നോട്ട് പോകാനും ദഅവത്തിൻ്റെ മേഖലയിൽ സജീവമായി നിലകൊള്ളാനും ഐക്യത്തിൻ്റെ അടയാളങ്ങളായി നിലകൊള്ളാനും സ്നേഹവും കാരുണ്യവും പരസ്പരം നിലനിർത്തി ജീവിക്കാനും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും റിളയും ആഗ്രഹിച്ച് മുന്നോട്ട് പോകാനും അവസാനം അത് ലഭിച്ച് മരിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളിൽ പലരും രോഗികളാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു. ക്യാൻസർ ബാധിതർ ആ കൂട്ടത്തിലുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട് റഹ്മാനെ. കിഡ്നി പോയവരും അപകടത്തിൽപ്പെട്ടവരുമുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ, ആഫിയത്ത് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മുറ്റവരും ഉടയവരും ഖബറിലാണ്.
അവിടെയെല്ലാം ഖബറുകൾ നീ ബർസഖ് നന്നാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവെ, മാനസികവും ശാരീരികവുമായ ആഫിയത്ത് ഞങ്ങൾക്ക് ഇനി നൽകണമേ റഹ്മാനെ. എളുപ്പമുള്ള ഹിസാബും ഹൗദുൽ കൗസറും അർശിൻ്റെ തണലും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഞങ്ങൾക്ക് നരകമുക്തി നൽകി എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.